ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായത്രി ദേവിയുടെ അനുഗ്രഹം വാങ്ങാനെന്ന രീതിയിൽ പാറുവിനെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് പ്രഭാവതി. അങ്ങനെ പാറു പോയതിനു ശേഷം മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞുകൊണ്ട് വിശാലിനെയും ഗാർഗിയെയും ജാസ്മിനെയും കൂടി മണ്ഡപത്തിലേക്കും അയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ്. കിരൺ വിവാഹ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അതേസമയം ജാസ്മിന്റെ പപ്പ കൊണ്ടുവന്ന് ഇരുത്തുന്നു. അങ്ങനെ താലികെട്ടിന്റെ സമയമാകുമ്പോഴേക്കും കിരണിന്റെ അമ്മ പറയുകയാണ്, ഈ വിവാഹം നടക്കില്ല, ഇവളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മകന്. ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വിശാലിന്റെയും ജാസ്മിന്റെയും വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് കിരണിന്റെ അമ്മ. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കിരണും വീട്ടുകാരും മണ്ഡപത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി പോവുകയാണ്. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ജാസ്മിൻ ഇരിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. പെട്ടെന്ന് അവിടെയുള്ളൊരു കത്തിയെടുത്ത് തന്റെ കഴുത്തിൽ വെച്ച് പ്രഭാവതി പറയുകയാണ്, ഇന്നെന്താണെങ്കിലും ജാസ്മിന്റെ വിവാഹം നടക്കണം. വിശാൽ തന്നെ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ പ്രഭാവതിയെ നോക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇന്ന് വിശാലിന്റെയും ജാസ്മിന്റെയും വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എന്റെ കഴുത്ത് മുറിച്ച് ചാകും. ഇത് കേൾക്കുന്ന പാർവതി പേടിയോടെ പ്രഭാവതിയെ നോക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.